ഭാരതത്തിലെ ഏറ്റവും പവിത്രമായ ഗയ എന്ന പുണ്യനഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ശ്രീരാമൻ പോലും വന്ന് പൂജ ചെയ്ത ആ മണ്ണ് സത്യത്തിൽ എൻ്റെ ഈ ഭീമാകാരമായ ശരീരത്തിന് മുകളിലാണ്. മറ്റ് രാക്ഷസന്മാരെ പോലെ ക്രൂരതകൾ ചെയ്യാനല്ല ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടുതന്നെ കോലാഹല പർവ്വതത്തിൽ വെച്ച് ഞാൻ കഠിനമായ തപസ്സനുഷ്ഠിച്ചു. എൻ്റെ ഭക്തിയിൽ പ്രസന്നനായ ശ്രീഹരി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രപഞ്ചത്തിൻ്റെ നിയമങ്ങളെ തന്നെ മാറ്റിമറിച്ച ഒരു വരമാണ് ഞാൻ ചോദിച്ചത്. എന്നെ കാണുകയോ തൊടുകയോ ചെയ്യുന്ന ആരുടെയുണ്ടായാലും എല്ലാ പാപങ്ങളും കഴുകിപ്പോകണം. അവർക്ക് നേരിട്ട് വൈകുണ്ഠത്തിൽ ഇടം ലഭിക്കണം. ഭഗവാൻ ആ വരം തന്നു. അതിനുശേഷം ഭൂമിയിലെ മഹാപാപികൾ പോലും എന്നെ തൊട്ട് നേരിട്ട് സ്വർഗത്തിൽ പോകാൻ തുടങ്ങി. യമപുരി അപ്പാടെ ശൂന്യമായി. പ്രപഞ്ചത്തിൻ്റെ സമതുലിതാവസ്ഥ തെറ്റിയതോടെ ദേവന്മാർ പരിഭ്രാന്തരായി. അവരൊരു തന്ത്രം മെനഞ്ഞു. ഭൂമിയെ പവിത്രമാക്കാൻ ഒരു മഹായാഗം നടത്തണം. അതിനായി നിന്റെ ശരീരത്തേക്കാൾ ഒരു പവിത്രമായ മറ്റൊരു സ്ഥലം ഈ പ്രപഞ്ചത്തിലില്ല. ഭഗവാന്റെ കാര്യത്തിനല്ലേ? ഞാൻ ഒട്ടും ആലോചിച്ചില്ല. സന്തോഷത്തോടെ ആ മണ്ണിൽ കിടന്നുകൊടുത്തു. എൻ്റെ 16 കിലോമീറ്റർ നീളമുള്ള ശരീരത്തിനു മുകളിൽ ദേവന്മാർ യാഗം തുടങ്ങി. യാഗം പൂർത്തിയായപ്പോൾ പ്രപഞ്ച സുരക്ഷയ്ക്കായി ഞാൻ ചെറുതായൊന്ന് അനങ്ങി. ഞാൻ എഴുന്നേറ്റാൽ സർവ്വതും തകരുമെന്ന് ഭയന്ന് ദേവന്മാർ എൻ്റെ നെഞ്ചിലേക്ക് ധർമ്മശില എന്ന ഭാരമേറിയ ദിവ്യശില എടുത്തുവെച്ചു. എന്നിട്ടും എൻ്റെ രാക്ഷസ ശക്തിയെ തളയ്ക്കാൻ അതിനായില്ല. ഒടുവിൽ എൻ്റെ പ്രാണനാഥനായ വിഷ്ണു ഭഗവാൻ നേരിട്ട് വന്ന് ആ ശിലയ്ക്കു മുകളിൽ പാദമൂന്നി നിന്നു. പ്രഭു, നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ സ്വയം തന്നെ അനങ്ങാതെ കിടക്കുമായിരുന്നുള്ളൂ. എൻ്റെ ഈ നിസ്വാർത്ഥ ഭക്തിയിൽ കണ്ണു നിറഞ്ഞ ഭഗവാൻ എനിക്ക് അവസാനമായി ഒരു വരം കൂടി നൽകി. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതായിരുന്നു: പ്രഭു, എൻ്റെ ഈ ശരീരം മുക്തിയുടെ പരമമായ ഭൂമിയായി മാറണം. ഇവിടെ വന്ന് ആരെങ്കിലും പിതൃക്കൾക്കായി ശ്രാദ്ധം നടത്തിയാൽ അവർക്ക് മോക്ഷം ലഭിക്കണം. ഭഗവാൻ അത് തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അന്ന് ഞാൻ കിടന്ന എൻ്റെ ശരീരത്തിന് മുകളിലാണ് ഇന്ന് ബീഹാറിലെ ഗയ എന്ന പുണ്യനഗരമുള്ളത്. അവിടുത്തെ വിഷ്ണുപദ ക്ഷേത്രത്തിൽ ഭഗവാൻ എൻ്റെ നെഞ്ചിൽ ചവിട്ടി നിന്ന ആ സാക്ഷാൽ പാദമുദ്രകൾ ഇന്നും കാണാം. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് പിണ്ടദാനം ചെയ്യുമ്പോൾ അവരുടെ പൂർവികർക്കൊപ്പം ഞാനും ധന്യനാവുകയാണ്.